ഫോറിനകത്തിലെ ഒരു സ്റ്റെപ്പ് കയറുന്ന ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് പോലുള്ള ഒരു ഫൈറ്റ് ഒക്കെ എടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് മറ്റേ സായിപ്പിന്റെ ഗുണം കണ്ടാൽ മാത്രമേ സന്തോഷം വരുന്നുള്ള ആൾക്കാരാണ് സായിപ്പ് എടുക്കുന്ന രീതിയിൽ മലയാളികളോ. ഹായ് ഗൈസ്, ഐ ആം ബിജു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉണ്ണി മുകുന്ദൻ, സമാജം സ്റ്റാർ, BJP അനുഭാവി, ദൈവവിശ്വാസി തുടങ്ങിയ ടാഗ്ലൈനോടുകൂടി മാർക്കോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അറിയപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കുന്നതിന്റെ പ്രധാന കാരണം സംഘികൾ തിയേറ്ററിൽ കയറി വിജയിപ്പിക്കുന്നു, അല്ലാത്തവരാരും അദ്ദേഹത്തിന്റെ സിനിമ കാണാനായിട്ട് കയറത്തില്ല എന്നുള്ളൊരു പ്രചരണം. എല്ലാവരും അത് സത്യമാണെന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലെ സ്ഥിതി വെച്ചിട്ട് ഇന്ത്യൻ സിനിമയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറഞ്ഞൊരു മൂവി തന്നെ. അപ്പം ഇന്ത്യ മൊത്തം സംഘികളാണോ എന്ന് വലിയൊരു ചോദ്യം ഈ ഒരു മറുചോദ്യത്തിനായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഈ മാർക്കോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഏത് സിനിമ ഇറങ്ങിയാലും അതിന്റെ പുറകിൽ കേൾക്കുന്ന ഒരു ടാഗ് ലൈൻ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ ഇത് തന്നെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് സിനിമ ആസ്വാദകർ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ ചെല്ലുന്നതും സിനിമയെ ആസ്വദിപ്പിച്ച് സിനിമ എന്തെന്ന് സിനിമയുടെ സെൻസിലെടുക്കുന്നവർ തന്നെ ആയിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്, ഈ പറയുന്ന ഹിന്ദി എല്ലാ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ നിന്നും ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്ന വ്യക്തികളുടെ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ ഇതിനകത്ത് വലുതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള റിയാക്ഷൻ ആയിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും ഉണ്ടാക്കാണ്ടിരിക്കാം. വെറും കുറപ്പടം എന്തിനാണ് ഉണ്ടാക്കിയെന്ന് കർത്താവിന് അറിയാം. കർത്താവിന് ഇപ്പൊ ഇതല്ലേ പണി, സിനിമ എന്തിനാ ഉണ്ടാക്കിയത് എന്തിനാ ഉണ്ടാക്കിയില്ല എന്നുള്ളത്. എന്തായാലും കർത്താവിന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. സിനിമ ഇന്ത്യ മൊത്തം തരംഗമായി പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് അപ്രോക്സിമേറ്റ് 100 കോടി എത്തി. ഇന്നത്തെയും കൂടെ ചേർത്ത് 350+ തിയേറ്ററുകളിലേക്കും ഈ സിനിമ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കൊന്നും വേണ്ട, നമ്മളോട് ചോദിച്ചാലും മതി. നമ്മൾ പറയാം എന്തിനാ ഉണ്ടാക്കിയെന്നുള്ളത്. ഹിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, വെറും ഹിറ്റ് അല്ല, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടും പുതിയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉദയത്തിനും വേണ്ടിയിട്ട് മാത്രമാണ്. വയലൻസ് മാത്രമേ ഉള്ളൂ, കഥയില്ല, ഒരു ഫീലിംഗ് ഇല്ല. ഫാമിലി കൊല്ലുന്നു ഒക്കെ ചുമ്മാ ഇല്ല. വീട്ടിൽ ഇരുന്ന് മഞ്ചാടി കാണുന്നതിനൊക്കെ വിളിച്ചോണ്ട് വന്ന് ഏപ്പടം കാണിച്ച എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടി സിനിമ കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കുക, അല്ല ഇതിന്റെ അപ്പുറമൊക്കെ പറയും. തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ ബറൂസ് കാണും, പോയി കാണുക. അപ്പൊ ഈ ഒരു അഭിപ്രായം മാറും, മനസ്സിൽ ശാന്തമാവും. മീനുകളുമായിട്ടും ആടുകളുമായിട്ടും അല്ലെങ്കിൽ ആമകളൊക്കെ ആയിട്ടും നല്ല രീതിയിൽ സംസാരിക്കാം ഗൈസ്. ഫാമിലി ആരാണ് നമുക്ക് അറിയത്തില്ല, ഒരു ഇമോഷണൽ കണക്ട് ഇല്ല. അതെ, ഓ മൈ ഗോഡ്, ഈ സിനിമയുടെ പ്രൊമോഷനെ അങ്ങനെ തന്നെ ആയിരുന്നു ഗൈസ്. ഇതൊരു വയലൻസിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വയലൻസ് ആണ് ഈ സിനിമയിൽ. അത് എല്ലാവർക്കും അറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇദ്ദേഹം ഈ സിനിമയ്ക്ക് പോയത്. മനസ്സിലാവുന്നില്ല എനിക്ക്. ടിക്കറ്റ് റീഫണ്ട് കിട്ടാൻ വല്ല വായ്പുണ്ടെങ്കിൽ പ്ലീസ്. ടിക്കറ്റ് റീഫണ്ട് കിട്ടും. വെളിയിലോട്ട് പോയിട്ട് കുരിഞ്ഞങ്ങനെ നിന്ന് നോക്കും. ചിലപ്പോൾ ആവശ്യക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ റീഫണ്ട് കിട്ടുമായിരിക്കും. അല്ലാത്തടത്തോളം ബുക്ക് മൈ ഷോ പോലും റീഫണ്ട് കിട്ടത്തില്ല. ബ്രോ, നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ തగ్గടിച്ചതോ കോമഡി അടിച്ചതോ വല്ലതും ആണോ? എനിക്ക് മനസ്സിലായില്ല. കിട്ടാൻ ഒരു വകുപ്പില്ല. ഞാൻ ഈ പറഞ്ഞ വഴിയായിരിക്കും എങ്ങനെങ്കിലും കുറച്ച് പൈസ കിട്ടാനുള്ള ഏക വഴി. പിന്നെ മാർക്കോ കണ്ട് പുറത്തിറങ്ങി. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ പടം എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല. അത് ഒരു വ്യക്തിയുടെ കുഴപ്പമില്ല. ചിലർക്ക് കണക്ട് ആവും, ചിലർക്ക് കണക്ട് ആവത്തില്ല, അത്രേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ, അല്ലേ? ജോൺ വിക്ക്, കില്ല് അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടാണോ എന്ന് ഇത് മറ്റേ ഹൈ പ്രൊഫൈൽ എനിക്കറിയത്തില്ല. തുടക്കമൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു, നൈസ്. അതായത് കില്ല് കണ്ടിട്ട് ഇത് കണ്ടോണ്ടായിരിക്കും. കില്ലിന്റെ അത്രയും ഒരു എക്സ്ട്രീമിറ്റി ഇതിനകത്ത് ഇല്ലായിരിക്കും, അല്ലേ? ഓക്കെ ഫൈൻ. ഞാനും കില്ല് കണ്ടതാ. പക്ഷെ എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ഹിന്ദിക്കാരുടെ ഒരു അഭിപ്രായം കില്ലും ആനിമലും ഈ പറയുന്ന മാർക്കോടെ താഴെയാണെന്നാണ് പറയുന്നത്. നീ ബ്രോ കണ്ട ഈ പറയുന്ന കില്ല് ഏത് ആംഗിളിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ കില്ലിനകത്തുള്ള വയലന്റ് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വില കരുത്താം. കില്ലാണോ ബെറ്റർ, മാർക്കാണോ ബെറ്റർ എന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും വലിയ ഒരു എന്തോ എനിക്ക് കണക്ട് ആവുന്നില്ല പടം. ഈ ജോൺ വിക്കിൽ 4-നകത്തിലെ ഒരു സ്റ്റെപ്പ് കയറുന്ന ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് പോലുള്ള ഒരു ഫൈറ്റ് ഒക്കെ എടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് മറ്റേ സായിപ്പിന്റെ ഗുണം കണ്ടാൽ മാത്രമേ സന്തോഷം വരുന്നുള്ള ആൾക്കാരാണ്. സായിപ്പ് എടുക്കുന്ന രീതിയിൽ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അത്തരത്തിലൊരു സിനിമ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനോട് വലിയ സപ്പോർട്ട് ഒന്നും കാണത്തില്ല. പക്ഷെ അത് ഹിന്ദിക്കാർ അല്ല ഇംഗ്ലീഷുകാർ കാണിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷുകാർ കോണാൻ എടുത്താൽ സൂപ്പർ, മലയാളികൾ ആ കോണാൻ എടുത്തു കഴിഞ്ഞാൽ അത് വെറും കോണാൻ, അത്രേ ഉള്ളൂ. പിന്നെ ലിയോയുടെ ക്ലൈമാക്സ് സീൻ ആണെങ്കിലും അങ്ങനെ കുറെ ഇംഗ്ലീഷ് സിനിമകളും ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള സിനിമകൾ KGF ആണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ ഇൻസ്പയർ ആയിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഒരു അതാണ് ഇൻസ്പയർ ആയാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഒന്നും നമ്മുടെ സ്വന്തം ചിന്തയിൽ വരുന്ന കാര്യങ്ങളല്ല. പലതും കണ്ട് പലതും കേട്ടും ഒക്കെ പല കാര്യങ്ങളും പലതും ചെയ്യുന്നത്. പല കഥകൾ വരെ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇൻസ്പിറേഷൻ പെർഫെക്ഷനിൽ എത്തിയ പോലെ എനിക്ക് തോന്നുന്നില്ല. ഇത് സംഭവം ഇത് തന്നെ. ഇത് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വീഡിയോയുടെ തുടക്കത്തിൽ, ചിലപ്പോൾ ഈ സമാജം സ്റ്റാറിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പറ്റിയൊരു കുഴപ്പമോ അങ്ങനെ എന്തോ കാറ്റഗറിയിൽ പെട്ടൊരു റിവ്യൂ ആണ് എനിക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂര നെഗറ്റീവ്. ഇത്രത്തോളം നെഗറ്റീവ് വളച്ചു വിടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലാന്ന് നമ്മൾ കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു നെഗറ്റിവിറ്റിയോട് വിയോജിപ്പ് മാത്രം.
അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനാണ് എന്തുവാണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു ടൈലന്റും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഹൈപ്പിനോട് നീതി പുലർത്തിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മലയാളം അയ്യോ ഇത് സംഭവം മാറിയതാ. ഇത് മാർക്കോടെ ഹൈപ്പ് അല്ല കണ്ടിട്ടുള്ളത്, കൂടെ ഇറങ്ങിയ മറ്റേതോ എനിക്ക് തോന്നുന്നു ഇ.ഡി ആയിരിക്കും. ഇ.ഡിയുടെ ഹൈപ്പോ ഇ.ഡിയുടെ പ്രൊമോഷനെ കണ്ടിട്ട് തിയേറ്റർ മാറി മാർക്കോയ്ക്കകത്തേക്ക് പ്രവേശിച്ചതാണ്. കൃത്യമായിട്ടും മാർക്കോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും മാർക്കോയിലുള്ള അഭിനേതാക്കളും അല്ലെങ്കിൽ മാർക്കോയിൽ അഭിനയിക്കാത്ത ആ ഒരു സിനിമയെക്കുറിച്ച് അറിയാവുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വയലൻസ് മൂവിയാണ്, നിങ്ങൾക്ക് ആർക്കും വലുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയല്ല, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു മൂവിയല്ല, 18 വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റാത്തൊരു മൂവി ആയിരിക്കും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൂടെ ഒട്ടും ഹൈപ്പ് കൊടുത്തില്ലെന്ന്. അതായത് കാർട്ടൂൺ നെറ്റ്വർക്ക് വരേണ്ട സിനിമ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തിയേറ്ററിൽ ഇട്ട് വയലൻസോട് കൂടി കാണിക്കുവാണെന്ന്. ഇതുപോലെ ഇത്രയും വയലൻസ്ഡ് ആയിട്ടുള്ള ഒരു പടം വന്നിട്ടില്ല, അത് സത്യമാണ്. എന്തായാലും ഇത്രയും പറഞ്ഞതിന്റെ ഇടയിൽ ഒരു സത്യമെങ്കിലും പറഞ്ഞു, അത് കാര്യമായി. പക്ഷേ ഇന്റർവ്യൂസും ഹൈപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ ഭയങ്കര ഹൈപ്പിലാണ് പ്രതീക്ഷിച്ച് ആണ് പോയത്. പക്ഷെ ഈ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു പടമില്ല, എനിക്കൊരു ഓക്കെ പടമായിട്ടാണ് തോന്നിയത്. പരട്ട സിനിമ എങ്ങനെയാണ് മലയാളി ഓഡിയൻസ് ജയിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. പരട്ട സിനിമയായോ? ചിലപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു സമാജത്തിന്റെ ഉണ്ടായിട്ടുള്ള എന്തോ കുഴപ്പം, സമാജവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എതിർ വിഭാഗത്തിൽപ്പെട്ടാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും അധികം നിന്ന് പുലമ്പാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കുറെ വയലൻസും കണ്ട് കത്തി കഴുത്ത് പറിച്ചെടുക്കുന്നു. എന്ത് കിണ്ടി അതിന്റെ അകത്തുള്ള പണ്ടാര പൈസയും കൊടുത്ത് കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നതാ ഏരീസ് ഫ്ലക്സിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ. കൊള്ളില്ല പടം. എന്തിനാ ആൾക്കാർ ഇത് മലയാളി ഓഡിയൻസ് എന്ത് പറ്റി? 50 കോടി പടം തൊലിഞ്ഞ പടത്തിന് കയറ്റി കൊടുത്തേക്കുന്നു. കഥയില്ല, ഒരു ഒന്നുമില്ല, ഉണ്ണിമുഖത്തിന് അഭിനയിക്കുന്നില്ല. ഇത് ഉണ്ണിമുഖത്തിന് അഭിനയിക്കുന്നുമില്ല. മലയാളി ഓഡിയൻസ് 50 ലക്ഷം എന്തിനാ ഈ തൊലിഞ്ഞ പടത്തിന് കയറ്റി കൊടുത്തു എന്നുള്ളൊരു കാര്യം. മലയാളി ഓഡിയൻസിന് മെജോറിറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഈ പറയുന്ന 50 കോടിയിലേക്ക് കൊണ്ട് എത്തിച്ചത്. പിന്നെ ഇപ്പം ഇന്ത്യയിലുള്ള ഒരുപാട് തൊലിഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് ഈ പറയുന്ന 350+ തിയേറ്ററിലേക്ക് കൊണ്ട് എത്തിച്ചത്. നമുക്കറിയാലോടാ, ഈ കക്കൂസിനകത്ത് ഇങ്ങനെ നമ്മൾ പരസ്യമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ കീടാണുക്കൾ കാണിക്കുമല്ലോ, 2 3 എണ്ണമൊക്കെ കാണിക്കും. അതിപ്പം മൊത്തം ക്ലിയർ ആവത്തില്ല നമുക്ക്. ഇപ്പൊ ഹാർപ്പിക്കിന്റെ പരസ്യം നമ്മുടെ അബ്ബാസ് കാണിക്കുമ്പോഴും ആദ്യമേ ഒരുപാട് കീടാണുക്കളെ കാണിക്കും, പിന്നെ ഇതങ്ങോട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും ലെൻസ് വെച്ച് കാണിക്കും, അതിനകത്ത് 2 എണ്ണമെങ്കിലും കാണിക്കും. അത് വേണം, അതില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയാൽ കൊള്ളത്തില്ലെന്ന്. എങ്ങനെയൊക്കെ ആരെങ്കിലും കുറച്ച് പുഴുക്കളൊക്കെ വേണം. അങ്ങനെ കിടന്നോ എന്തായാലും കൊള്ളാം, നല്ല റിവ്യൂ ആണ്. ഇനിയും പല സിനിമകളും കാണണം, എസ്പെഷ്യലി ഉണ്ണിമുകുന്ദന്റെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളെല്ലാം കാണണം. ഇത്തരത്തിലുള്ള ഏത് സിനിമ ഇറങ്ങിയാലും കണ്ണു അടച്ചങ്ങ് പറയണം, കൊള്ളില്ല, ഈ സിനിമ ഞാൻ കണ്ടു കൊണ്ടില്ല, അത്രയും പറയണം. പോയി കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. എന്തായാലും കൊള്ളാം. നമ്മുടെ തമിഴിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തമിഴ് മാത്രമല്ല, തമിഴിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മലയാളത്തിലും അതായത് ഈ സിനിമ എവിടെ നിന്നാണ് ജനിച്ചത് ആ സ്ഥലത്തും ഈ സിനിമയ്ക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടുന്നതിനോട് ഒരുപാട് വിയോജിപ്പുള്ള ആൾക്കാർ പറയാതെ പറയുന്ന ഒരു കാലഘട്ടവും അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു സമയം കൂടാണ് മാർക്കോടെ ഇപ്പൊ ഈ ഒരു വിജയത്തിന് മുന്നോടിയായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയം കൂടി.